അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു കുക്കിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് കട്ട്ലേറ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് അത് കഴിഞ്ഞിട്ട് സ്പൈസസ് ആയിട്ടുള്ള ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ചീരകം, 2 ബേ ലീഫ്, കുരുമുളക്, കറുവാപ്പട്ട ഇത്രയും സാധനങ്ങൾ ചേർക്കാം. അത് കഴിഞ്ഞിട്ട് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്തിട്ട് ഇതെല്ലാം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അത് കഴിഞ്ഞ് കുക്കർ നേരെ അടുപ്പിലേക്ക് വെച്ചു, തീ ഓണാക്കി കുക്ക് ചെയ്യാനായിട്ട് വെച്ചു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുക്കറിന് വിസിലടിക്കുന്ന ടൈപ്പ് കുക്കർ അല്ലാത്തതുകൊണ്ട് എത്ര വിസിലെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. അതൊക്കെ നിങ്ങളുടെ കുക്കറിൻ്റെ വേവ് അനുസരിച്ച്. ഇനി അടുത്തത് ഒരു പാൻ എടുത്തു, അതിനകത്ത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അത് മൂത്ത് കഴിയുമ്പോൾ അതിനകത്തോട്ട് 1 കഷ്ണം ഇഞ്ചി കുനുകുന അരിഞ്ഞത്, പച്ചമുളക് 4 എണ്ണം കുനുകുന അരിഞ്ഞത്, കുറച്ച് കരിവേപ്പില അതും കുനുകുന അരിഞ്ഞത്, ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിനകത്തോട്ട് ഒരു 2 സവോള ചെറുതായിട്ട് അരിഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ സവോള നല്ല കുനുകുനാന്ന് അരിയണം. ഞാൻ കുനുകുനാന്ന് അരിഞ്ഞിട്ടില്ല, നീളത്തിൽ അരിഞ്ഞത്, എന്നാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പം ബ്രൗൺ നിറമൊന്നും ആകണ്ട. അതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ പെരിഞ്ചീരകം പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. സാധാരണ കുക്ക് ചെയ്യുന്നവർ പറയുന്നവരെ പച്ചമണമൊക്കെ അങ്ങ് മാറണം. ഇനി അതിനകത്തോട്ട് ഞാൻ വേറൊരു സാധനം ചേർക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾ ചേർത്തില്ല ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിക്കില്ല കേട്ടോ. കുറച്ച് പപ്രിക്ക പൗഡർ എന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക ഈ പിരിയമുളകില്ലേ, എരിവില്ല, അത് കുറച്ചും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് മൂക്കുന്ന സമയം കൊണ്ട് നമ്മൾ വേവിച്ച് ചേർച്ചയില്ലേ, അത് തണുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സിയിൽ ഒന്ന് കറക്കി എടുത്തുകൊണ്ട് വരാം. ഇത് മിക്സിയിൽ നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചോ ചതച്ചോ ഒക്കെ എടുക്കാം. അങ്ങനെ നമ്മൾ ചതച്ചെടുത്ത ബീഫിൻ്റെ ആ മിക്സറും കൂടെ അടുപ്പിലോട്ട് വെച്ച് ഈ മസാലയുടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ബീഫ് മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ ഓർക്കേണ്ട അതിനകത്ത് വെള്ളം ഒട്ടും പാടില്ല. ഇത് നന്നായിട്ട് പാനിനകത്ത് മസാലയുടെ ഒക്കെ കൂടെ നന്നായിട്ട് ഇളക്കി പിടിപ്പിക്കണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ചെടുത്ത പൊട്ടറ്റോ ഒരു 2-3 പൊട്ടറ്റോ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല മാഷായിട്ട് വരണം. ഞാൻ ഇതിനകത്ത് വെച്ച് മാഷാക്കുന്നേ ഉള്ളൂ. ഈ മിക്സറിനകത്ത് പൊട്ടറ്റോ കൂടെ ഇട്ടിട്ട് ഇതുപോലെ കൈ വെച്ച് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ പൊട്ടറ്റോ നല്ല വെന്താണെങ്കിലും ഉടഞ്ഞു കിട്ടും കേട്ടോ. അതല്ല, ഇതിനകത്ത് ചേർക്കുന്നതിന് മുമ്പ് കൈ കൊണ്ട് നന്നായിട്ട് ഉടച്ചിട്ട് ഇതിനകത്ത് ചേർത്ത് മിക്സ് ചെയ്തെടുത്താലും അങ്ങനെ നമ്മുടെ ബീഫും പൊട്ടറ്റോയും സ്പൈസസും എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് അത് വെന്ത് കഴിയുമ്പം തീ ഓഫ് ചെയ്ത് ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് ഇതിനകത്ത് ചേർന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാവേ. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൈ കൊണ്ട് എടുക്കുമ്പം ഈ ഒരു പരുവത്തി വരണം കേട്ടോ. ഇനി വേറൊരു പാത്രത്തിൽ 2 മുട്ട അടിച്ച് അതിനകത്ത് കുറച്ച് ഉപ്പും ചേർത്ത് ഇങ്ങനെ അടിച്ച്, പിന്നെ ആവശ്യത്തിനുള്ള ബ്രെഡ് ക്രംസും എടുക്കുക. ഇനി നമുക്ക് കൈകൊണ്ട് ഉരുട്ടി എടുക്കാം. ഞാൻ കൈകൊണ്ടല്ല, ഈ ഒരു സാധനം ഉണ്ട് എനിക്കിങ്ങനെ ഈ എന്താ പറയുന്നത് ഈ ഒരു അച്ച് പോലത്തെ, അതിനകത്ത് വെച്ച് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു ഷേപ്പിൽ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പാണ് എനിക്ക് കിട്ടിയത്. ഇനി ഞാനത് മുക്കാൻ പോകുന്നത് ഇത് ഓൾ പർപ്പസ് ഫ്ലോർ ഇല്ലേ, അതല്ലെങ്കിൽ നമ്മുടെ മൈദ, നല്ലൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാകുമ്പം പൊടിഞ്ഞൊന്നും പോകത്തില്ല. അതിനകത്ത് മുക്കിയിട്ട് പിന്നെ നമ്മൾ മുട്ടയില്ലേ, ചിലർ മുട്ടയുടെ വെള്ളം മാത്രമേ എടുക്കുള്ളൂ. ഞാൻ പക്ഷേ 2 അടിച്ചതിനകത്ത് നമ്മുടെ കട്ട്ലേറ്റ് ഇടുമ്പോൾ ഒരു സ്പൂണോ ഫോർക്കോ ഇടുവാണെങ്കിൽ ഉണ്ടല്ലോ ഈ കട്ട്ലേറ്റ് ഒടിഞ്ഞു പോകാതിരിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ ബ്രെഡ് ക്രംസിനകത്ത് നന്നായിട്ട് പൊതിഞ്ഞ് ഇങ്ങെടുക്കണത് ഈ ഒരു പരുവത്തി വരും നമ്മുടെ നന്നായിട്ട് മുട്ട കോട്ടായാലേ കട്ട്ലേറ്റിൽ ബ്രെഡ് ക്രംസ് ഒക്കെ നല്ല രീതിയിൽ പിടിക്കുകയുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ഓരോന്നും ബാച്ചായിട്ട് ഉണ്ടാക്കി. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കട്ട്ലേറ്റ് ഉണ്ടാക്കി. ഇങ്ങനത്തെ ഷേപ്പ് ചെയ്യുന്ന സാധനങ്ങളൊന്നും വേണമെന്നൊന്നുമില്ല, കൈകൊണ്ട് ചെറിയ ഉരുളകളാക്കി വേണേ ഉണ്ടാക്കാം. അതല്ല ഇങ്ങനത്തെ സാധനങ്ങൾ ആമസോണിലും ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ച് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. എനിക്ക് ഹാർട്ടിൻ്റെ ഷേപ്പിലാണ് ഞാൻ ആദ്യം ഉണ്ടാക്കിയത്. അങ്ങനെ ഷേപ്പ് ആക്കി എടുത്ത കട്ട്ലേറ്റ് മൈദക്കകത്തൊന്ന് മുക്കിയെടുത്ത് പിന്നെ മുട്ടക്കകത്ത് മുക്കി ലാസ്റ്റ് ബ്രെഡ് ക്രംസിനകത്ത് നന്നായിട്ട് കോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കട്ട്ലേറ്റിൻ്റെ ഫസ്റ്റ് ഘട്ടം കഴിഞ്ഞു കേട്ടോ. ഇനി ഇതുപോലെ എടുത്തിട്ട് എണ്ണയ്ക്കകത്ത് നന്നായിട്ട് വറുത്ത് കോരി എടുത്താൽ മതി. ഇവിടെ പാനിനകത്ത് ഞാൻ നന്നായിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കട്ട്ലേറ്റ് എണ്ണ മുങ്ങി കിടക്കണമെന്നാണ് പറയുന്നത്. അതിന് മുങ്ങി കിടക്കാൻ മാത്രമുള്ള പാത്രമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തീ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മുടെ കട്ട്ലേറ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട്. കട്ട്ലേറ്റ് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് തീ നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. പിന്നെ നമുക്ക് ഇത് ഇടയ്ക്കെല്ലാം പെട്ടെന്ന് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കണം. കാരണം ഇത് ഓൾറെഡി കുക്ക് ചെയ്ത സാധനമായതുകൊണ്ട് ബ്രെഡ് ക്രംസ് ചേർത്തേക്കുന്നത് കൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അത് മാത്രം ഒന്ന് നോക്കി അങ്ങനെ ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും തിരിച്ചും മറിച്ചു വിട്ട് നല്ലൊരു ബ്രൗണിഷ് കളർ ആകുമ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് നമുക്ക് എണ്ണയിൽ നിന്ന് വറുത്ത് കോരാം. കട്ട്ലേറ്റ് നമ്മൾ എണ്ണയിൽ ഇങ്ങനെ വറുത്ത് കോരുമ്പോൾ നടുക്ക് ഇങ്ങനെ എന്താ പറയുക ഒരു വെള്ള കളർ വരും. അത് 1-2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ അതൊക്കെ മാറിക്കോളും കേട്ടോ. അങ്ങനെ ഞാൻ അടുത്ത ബാച്ച് കട്ട്ലേറ്റും കൂടെ ഇട്ട് കണ്ടു. ഇതിൻ്റെ ഷേപ്പ് വേറെയാണ്, ഒരു ഫ്ലവർ ഷേപ്പിൽ ഇത് ഉണ്ടാക്കിയേക്കുന്നത്. ഞാൻ പറഞ്ഞില്ല എനിക്ക് അതിൻ്റെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കുന്ന സാധനം ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കിയത്. ഇതില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല.
അങ്ങനെ ഓരോ കട്ട്ലേറ്റും ഞാൻ ബാച്ചായിട്ട് തിരിച്ചും മറച്ചു വിട്ട് നന്നായിട്ട് എണ്ണയിൽ മൊരിച്ച് നല്ല അടിപൊളി കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ പ്രാവശ്യം കുറേ ഏറെ ഉണ്ടാക്കിയോണ്ട് കുറേ ഉണ്ടായിരുന്നു എനിക്ക് ഉണ്ടാക്കാൻ. ഇങ്ങനെല്ലാം ഉണ്ടാക്കി ഇതിലൂടെ കുറച്ച് ചള്ളാസും കൂടെ ഉണ്ടാക്കി കഴിച്ചാൽ നല്ല അടിപൊളി കട്ട്ലേറ്റ് നമുക്ക് കഴിക്കാവുന്നതാണ്. കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ഞാൻ ഇതുപോലെ കുറച്ച് ഏറെ ഉണ്ടാക്കി വെക്കുക. എന്നാണെങ്കിലും നമ്മൾ കഷ്ടപ്പെടുന്നതല്ലേ, അപ്പോൾ പിന്നെ ഇച്ചിരി ഏറെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ ഇവിടെ ഉള്ളൊരു കയറി ഇറങ്ങി അങ്ങ് കഴിച്ചു തീർത്തോളൂ. അതുകൊണ്ടുകൂടാണേ. അങ്ങനെ ഫൈനലി നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല കളറൊക്കെ കണ്ടില്ലേ, നല്ല ബ്രൗൺ കളറിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി പുറത്ത് നല്ല ക്രിസ്പിനെസ് ഉണ്ട്, അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള കണ്ടോ നല്ല കറക്കറാന്നിരിക്കുന്നില്ലേ, ശബ്ദമൊക്കെ കേട്ട് ഇത് കാണുമ്പോൾ എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ തോന്നുന്നു. ഇതൊന്നും പൊടിഞ്ഞൊന്നും പോകത്തില്ല, നല്ല യമ്മി അടിപൊളി കട്ട്ലേറ്റ് ആണ്. പണ്ടൊക്കെ നമുക്ക് കല്യാണത്തിന് സ്റ്റാർട്ടറായിട്ട് കിട്ടുന്ന അതേ കട്ട്ലേറ്റിൻ്റെ ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ പറയണം ഇത് എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ കട്ട്ലേറ്റിന് ഷേപ്പ് കൊടുക്കുന്നത് ഈ ഒരു സാധനം കേട്ടോ. ഇത് ഈ ആമസോണിലൊക്കെ ഇത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അധികം വില ഇത് കുറേ ഷേപ്പിലുണ്ട്. അപ്പോൾ നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാനും എളുപ്പമാണ്, നല്ല ടൈറ്റായിട്ട് കട്ട്ലേറ്റ് ഇരിക്കുകയും ചെയ്യും. എപ്പോഴും നിങ്ങൾ കൈകൊണ്ട് ഉരുട്ടി ഒരേ ഷേപ്പിൽ ഉണ്ടാക്കി മടുത്തെങ്കിൽ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് വിധത്തിൽ പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾ ചോദിച്ച നമ്മുടെ കട്ട്ലേറ്റ് വീഡിയോ. ഞാനങ്ങനെ വലിയൊരു കുക്കോ ഷെഫ് ഒന്നും അല്ല, പക്ഷേ ഞാൻ പരീക്ഷിച്ച് വിജയിച്ച ചില സാധനങ്ങൾ നിങ്ങൾ ചോദിച്ചുകൊണ്ടിടുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ഒരു സാധനം അടിപൊളിയാട്ടോ, നമ്മുടെ വീട്ടിൽ ഭയങ്കര ഡിമാൻഡുള്ളൊരു സാധനമാണ്. ഇതിൻ്റെ ടേസ്റ്റിനേക്കാളും ഇതിനൊരു നല്ലൊരു സ്മെല്ലും കൂടെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇതുവരെ ബീഫ് കട്ട്ലേറ്റ് കഴിച്ചിട്ടില്ലേ, ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, എന്നാൽ പോയിച്ചും വരാം.